സംഭവം പൊളിയാണ്. തറയിൽ വീഴുന്നിട്ട് ഒന്നും വലുതായിട്ടൊന്നും നമുക്ക് പറ്റിയിട്ടില്ല. ഹായ് ഫ്രണ്ട്സ്, തെക്കൻ ടെക്കിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് ഒരു ടോയ് ഹെലികോപ്റ്ററിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിത് ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇതിനകത്താണ് നമ്മളെ ഇതുള്ളത്. നൈഫ് എടുത്തിട്ടുണ്ട്. വെയിറ്റ് ഒന്നുമില്ല. ഇതിനകത്ത് ഐറ്റം ഉണ്ടോ എന്ന് നമുക്ക് പൊട്ടിച്ച് നോക്കിയാൽ തന്നെ അറിയാവും. ഇത് നമ്മൾ ആമസോണിൽ നിന്നാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 800 രൂപയ്ക്കകത്താണ് വരുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇത് ആമസോണിൽ നിന്ന് ഡയറക്റ്റ് അല്ല, അവർ ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. അതായത് നമ്മൾ ഓർഡർ ചെയ്യുന്ന അവരാണ് ഡയറക്റ്റ് നമുക്കിത് എത്തിച്ചു തരുന്നത്. അപ്പോൾ നമ്മളെ ഹെലികോപ്റ്റർ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹെലികോപ്റ്റർ. ഇനി നമുക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മളെ ടോയ് ഹെലികോപ്റ്റർ. കുഞ്ഞ് ഹെലികോപ്റ്ററാണ്. അപ്പോൾ ഇതിൻ്റെ കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോളറാണ് ഇത്. സാധാരണ നമ്മൾ ടോയ് ഹെലികോപ്റ്ററിലൊക്കെ കണ്ടുവരുന്നത് റിമോട്ട് കൺട്രോളിൽ വർക്ക് ചെയ്യുന്ന ഇതാണ് കണ്ടുവരുന്നത്. ഇതെന്ന് പറയുന്നത് സെൻസറിൽ ഉപയോഗിച്ചാണ്. അതായത് നമ്മൾ കയ്യിൽ വാച്ച് പോലെ കെട്ടിയതിന് ശേഷം മുകളിലോട്ട് ആക്കുമ്പോൾ ഹെലികോപ്റ്റർ മുകളിലോട്ട് പോകും, താഴോട്ടാക്കുമ്പോൾ താഴോട്ട്. അങ്ങനെയാണ് ഇത് വർക്കാവുന്നത്. അതെന്തായാലും കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഈ ബോക്സിൽ വരുന്നൊരു ചെറിയൊരു ചാർജറാണ്. ഹെലികോപ്റ്റർ ചാർജ് ചെയ്യാനുള്ള ചെറിയൊരു കേബിളാണ് ചാർജിങ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മളെ കുട്ടി ഹെലികോപ്റ്റർ. കുഞ്ഞു സാധനമാണ്. നമ്മളെ കണ്ട ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ അടിയിലൊരു LED ലൈറ്റ് ഉണ്ട്. പിന്നെ ഒരു ചെറിയ സ്വിച്ച് ഉണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ സാധാരണ നമ്മൾ TV റിമോട്ടിലൊക്കെ കാണുമ്പോഴത്തെ ഒരു സംഭവം കൂടി ഇവിടെ ഉണ്ട്. ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓണാകും എന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ആ സ്വിച്ച് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ചെറിയ കുഞ്ഞു സ്വിച്ചാണ്. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓണായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ. അപ്പോൾ ഫ്രണ്ട്സ്, ഓണായിട്ടുണ്ട്. എന്തായാലും ഓഫ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെന്തായാലും ഇത് ഓൺ ചെയ്ത് നമ്മൾ നോക്കിയിട്ടുണ്ട്. നമുക്കിത് കൺട്രോൾ ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള വാച്ച് സെൻസർ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ വാച്ച് സെൻസർ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് പരിചയപ്പെടാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മളെ ഹെലികോപ്റ്ററിനൊക്കെ കിട്ടിയിട്ടുള്ള സെൻസർ. ഇത് വെച്ചാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുന്ന സമയത്ത് ഒരു സ്വിച്ച് കാണാം. ഇത് ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇവിടെ ഒരു LED ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇത് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് ഒരു ഐഡിയ ഇല്ല. നമുക്ക് ഇതിൻ്റെ ബോക്സിൻ്റെ കൂടി നമുക്കൊരു മാനുവലോ അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് കിട്ടിയില്ല. അപ്പോൾ നമ്മളിത് ഓണാക്കി നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്ത് നമുക്ക് നോക്കിയാൽ ഇത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറഞ്ഞുതരാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഈ സ്വിച്ച് നമ്മൾ ഞെക്കുന്ന സമയത്ത് ഇവിടെ ഒരു ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു സ്വിച്ച് കൂടെ ഉണ്ട്. ഇത് കെട്ടുന്നതെന്ന് വെച്ചാൽ നമ്മളെ സാധാ വാച്ച് കെട്ടുന്നത് പോലെയാണ്. കണ്ടില്ലേ, ഇങ്ങനെയാണ് വരുന്നത്. ഇത് തിരിഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ കറക്റ്റായി. കണ്ടല്ലേ, അപ്പോൾ ഇത് ഓൺ ചെയ്യും. അപ്പോൾ ഇത് ഓൺ ആയിട്ടുണ്ട്. തിരിച്ച് നമ്മൾ ഈ ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ബ്ലിങ്ക് ആവുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു സംഭവമാണ് ഇത്. എന്തായാലും നമുക്ക് വർക്ക് ചെയ്യിച്ച് നോക്കാം. നമുക്ക് എന്തായാലും നമ്മളെ ഈ കുട്ടി മച്ചാനെ നമുക്കൊന്ന് പറപ്പിക്കാം. അതിനുവേണ്ടി നമ്മൾ ഈ സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. ഓണായിട്ടുണ്ട് നമ്മുടെ ഹെലികോപ്റ്റർ. ഇനി എങ്ങനെയാണ്? അടിപൊളി. ഫ്രണ്ട്സ്, ഇത് വർക്കാവുന്നില്ല. ചെറുതായിട്ട് കൺട്രോളിങ് ആണ്. നോ ഐഡിയ മാൻ. നമുക്ക് എന്തായാലും ഫ്രണ്ട്സ് വിട്ടു നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ഹെലികോപ്റ്റർ അടിച്ച് ഇനി വീഴുന്നിട്ടുണ്ട്. തറയിൽ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഇത് റിമോട്ടിൽ തന്നെ വർക്കാവുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഓഫാണ്, അല്ല ഇപ്പോൾ ഓണാണ് ഹെലികോപ്റ്റർ. തറയിൽ വീഴുന്നപ്പോൾ ഓട്ടോമാറ്റിക് ഓഫ് ആവുന്നതാണ്. നമുക്ക് ഈ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. നോ ഐഡിയ. എന്തായാലും ഈ സ്വിച്ച് പ്രസ് ചെയ്യപ്പോൾ ഓൺ ആവുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഇട്ട് നോക്കാം.
നമ്മളെ കൺട്രോളിങ് അല്ല. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൻ്റെ പുറകെ ഓടി നമ്മൾ തളർന്നിട്ടുണ്ട് ആൾറെഡി. ഇതിനൊരു കുഴപ്പം പറ്റിയിട്ടില്ലെന്നാണ് നമുക്ക് തോന്നുന്നത്. വീണ്ടും നമുക്ക് ഓണായാം. ഗെയ്സ് ചത്ത് പോച്ച് ഗെയ്സ്. ഒന്നുകൂടെ ഓൺ ചെയ്ത് നോക്കാം. ഓണായിട്ടുണ്ട്. എന്നാലും സംഭവം പൊളിയാണ്. തറയിൽ വീഴുന്നിട്ട് ഒന്നും വലുതായിട്ടൊന്നും നമുക്ക് പറ്റിയിട്ടില്ല. നോ ഐഡിയ. എന്തായാലും ഹെലികോപ്റ്റർ കറങ്ങുന്നുണ്ട്, പക്ഷേ ഈ ഒരു സാധനം വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇതെന്തോ ഉടായ്പാണ് സംഭവം. ഇത് നമ്മൾ അങ്ങോട്ടാക്കണമെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് പോകുന്നത്, മുകളിലോട്ടാക്കണമെങ്കിൽ നേരെ താഴോട്ടാണ് വരുന്നത്. ഇതിന് നമ്മൾ കെട്ടിയതിൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല. പക്ഷെ കെട്ടിയത് കുഴപ്പമില്ല, സെറ്റാണ്. പക്ഷെ എന്തോ തകരാറുണ്ട്. ലീഫ് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് കണ്ടോ. പുറകെ ഓടി നമ്മൾ തളർന്നിട്ടുണ്ട് ആളുകൾ. വിടാൻ മാറ്റേണ്ടാ നിന്നെ. അങ്ങോട്ടുണ്ടായി. അപ്പം ഇതിൻ്റെ അടിയിലാണ് നമുക്ക് സെൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് സെൻസർ ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് നോക്കാം. എന്തൊക്കെ വർക്കാവുന്നുണ്ട്. നല്ല കാറ്റാണ്. അത് ഒന്നാമത് അതാണ്. സംഭവം ഇതാണപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പറപ്പിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു വിധത്തിൽ നമ്മളെ ഈ കൈ കിടക്കുന്ന സംഭവം വെച്ച് കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ല. അപ്പോൾ സാധനം കൊള്ളാം, അടിപൊളിയാണ്. തറയിൽ വീഴുന്നാലും ഒന്നും സംഭവിക്കില്ല, എത്ര പറപ്പിച്ചാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. പിന്നെ എന്തായാലും നമുക്ക് ഒന്നുകൂടെ പറപ്പിച്ച് നോക്കും ലാസ്റ്റായിട്ട്. എന്തൊക്കെയായിരുന്നു ഇവിടെ കിടന്ന് ഓട്ടം ചാട്ടം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ഹെലികോപ്റ്റർ ചാർജ് തീർന്നിട്ടുണ്ട്. ഓരോടെ നേരത്തെ ഓട്ടത്തിനും ചാട്ടത്തിനും പറക്കലിനിടയിൽ ചാർജ് തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചാർജിന് ഇട്ടിരിക്കുകയാണ്. ഇത് പവർ ബാങ്കിലാണ് നമ്മൾ ചാർജിന് കുത്തിയിട്ടിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ഹെലികോപ്റ്റർ വീണ്ടും നമ്മൾ ഫുൾ ചാർജ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ പറപ്പിച്ച് നോക്കാം ഏതറ്റം വരെ നമുക്ക് പോകുമെന്ന് അറിയില്ല. ഇത് എന്തായാലും നമ്മൾ വർക്കാവുന്നില്ല കറക്റ്റായിട്ട്. ഒന്നുകൂടെ നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം എത്രത്തോളം ഉണ്ടെന്ന്. നമുക്കൊന്നും കൂടി ഇത് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യാൻ പോവുകയാണ്. ഇതെന്തടേ ഇങ്ങനെ. എവിടത്താ ഫ്രണ്ട്സ്? അപ്പോൾ ഒരു കാര്യം തീരുമാനമായിട്ടുണ്ട്. ഹെലികോപ്റ്റർ നമുക്ക് ഉപയോഗിക്കാം. ഇത് നമുക്ക് ഷോക്ക് വേണമെങ്കിൽ മറ്റേ എന്താണ് ഹീമാനൊക്കെ കെട്ടിക്കൊണ്ട് നടക്കും പോലെ നമുക്ക് കയ്യിൽ കെട്ടിക്കൊണ്ട് നടക്കാൻ മാത്രമേ ഈ വാച്ച് കൊള്ളാം. എന്നാലും ഒരു തീരുമാനമായിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ
വീഡിയോ ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുകൊണ്ട് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഉപകാരപ്പെടുമായിരിക്കും. എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് തെക്കൻ ടെക് എന്ന് പറയുന്ന ഈ ചാനലിൽ തന്നെ നമുക്ക് കാണാം. അപ്പോൾ ബൈ ബൈ.